ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരിക്കാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ട് നമ്മുടെ വിഷു ആവാനായല്ലോ, അപ്പോൾ വിഷു ബേസ് ചെയ്തിട്ട് കുറച്ച് എന്താ പറയുക വിഷു ലുക്സ് കാര്യങ്ങൾ ചെയ്യാം, ഒരു ലുക്ക് ബുക്ക് പോലെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവരും എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യാം. അതിന് മുന്നേ ഒരു ഡിസ്ക്ലെയിമർ പറയട്ടെ. നമ്മുടെ അശ്വി ചേച്ചി, പിന്നെ അതേപോലെ തന്നെ ശരണ്യ ചേച്ചി, പിന്നെ ഗ്ലാമി ഗംഗ, ഇവരൊക്കെ ലുക്ക് ബുക്കും കാര്യങ്ങളൊക്കെ ഇറക്കുന്ന സമയത്ത് നല്ല രസം ഉണ്ടാവും. കാരണം അത് ആ ഒരു രസം വെച്ച്, അല്ലെങ്കിൽ അത് എക്സ്പെക്ട് ചെയ്ത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുക, ഞാൻ എൻ്റെ ആൻഡ്രോയിഡ് ഫോണിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് എടുത്തു തരാൻ ആരുമില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റേതായ എന്താ പറയുക ലിമിറ്റേഷൻസിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ക്യാമറ ഇല്ല. നമ്മുടെ റിംഗ് ലൈറ്റ് ഉണ്ടല്ലോ, റിംഗ് ലൈറ്റിൻ്റെ ഒരു കാലം ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഫോൺ വെച്ച് കഴിഞ്ഞാൽ അത് തട്ടി മറിഞ്ഞ് വീഴും. അപ്പോൾ അതുകൊണ്ട് ആ ഡിസ്ക്ലെയിമേഴ്സൊക്കെ നിങ്ങൾ നോക്കിയിട്ടും അതിൻ്റേതായ ഒരു ഇതൊക്കെ ഇതാക്കിയിട്ട് ഇതിനെ ഒരു ലുക്ക് ബുക്ക് അല്ലെങ്കിൽ ഒരു ലുക്ക് സീരീസ്, വിഷു സീരീസ് എന്നൊന്നും പറഞ്ഞ് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ എനിക്ക് മര്യാദയ്ക്ക് ഡ്രൈപ്പ് ചെയ്യാൻ അറിയില്ല. അപ്പം അതുകൊണ്ട് ഞാനൊരു തട്ടിക്കൂട്ട് വിഷു ലുക്കാണ് ഉദ്ദേശിച്ചത്. അപ്പം എന്തായാലും വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ് അല്ലെങ്കിൽ ചാനൽ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്താം. എന്നാൽ മാത്രമേ ഞാൻ ഇന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പം എന്തായാലും ലുക്ക് പോയി കണ്ടിട്ട് വരിക, എന്നിട്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ അറിയിക്കാം. ഓക്കെ. ഫസ്റ്റ് ലുക്കിന് വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വന്നിട്ട് ഈ ഒരു മുല്ലപ്പൂ ഉണ്ട്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ മുല്ലപ്പൂവാണ്, പണ്ട് തിരുവാതിരയ്ക്ക് എന്തോ വാങ്ങിയതാണ്. അപ്പോൾ എന്താ പറയുക, അത് നമ്മൾ വെച്ച് കൊടുത്തു. നമ്മൾ ജസ്റ്റ് ആദ്യം ലൈക്ക് മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് രണ്ട് ഭാഗത്തുനിന്നും ഇങ്ങനെ കുറച്ച് പിരിച്ചിട്ട് അപ്പുറം ഇപ്പുറം സ്ലൈഡ് വെച്ച് കുത്തിയിട്ടുണ്ട്. എന്നിട്ട് ബാലൻസ് വന്നിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് നമ്മൾ അമ്മക്കെട്ട് കെട്ടൂലേ, അതേപോലെ കെട്ടിയിട്ട് അതിൻ്റെ ചുറ്റും ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ നിൽക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. പിന്നെ വന്നിട്ട് നമ്മൾ ചെറിയ ജുംകാസ് ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഒരു സ്റ്റോണിൻ്റെ ഒരു പൊട്ടും, പിന്നെ കുറച്ച് ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക്കും, അതേപോലെ തന്നെ എന്താ പറയുക ഒരു മാല. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സിനാകാൻ പറ്റി ഈ ഒരു മാലയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മാലയും ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക നമ്മൾ കറുത്ത കുപ്പിവളയും കൂടിയും ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സ് നമുക്ക് വേണമെങ്കിൽ ധാവണി പോലെ, ആക്ച്വലി ഇത് ധാവണിയാണ്, ഞാൻ ജസ്റ്റ് ഷാള് പോലെ ഇട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ധാവണി പോലെ പെയർ ചെയ്തിട്ട് അങ്ങനെ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ മുല്ലപ്പൂ വെച്ചിട്ട് ഇങ്ങനെ വട്ടത്തിൽ കെട്ടുന്ന സമയത്ത് ഈ പാർട്ടീഷൻ എടുക്കാണ്ട് തന്നെ നമുക്ക് മുകളിലേക്ക് ചീന്തി കഴിഞ്ഞാലും നല്ല ഭംഗിയുള്ളൊരു ലുക്ക് കിട്ടും. അപ്പൊ നമുക്ക് എന്തായാലും അടുത്തത് ലുക്ക് നമ്പർ 2 കണ്ടിട്ട് വരാം. ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ലുക്ക്. അപ്പൊ സെക്കൻഡ് ലുക്ക് വന്നിട്ട് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഹെയർ വളരെ ലൂസായിട്ടൊന്നും മുടഞ്ഞിട്ടു. ഇതാണെങ്കിൽ ആകെ ലൈക്ക് എന്താ പറയുക ഇങ്ങനെ ബ്ലേ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നിൽക്കുന്നത് കാണാനൊരു ഭംഗിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഇട്ടു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ജുംകാസ് ആണ് വെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജുംകാസ് ഈ ഒരു പാറ്റേണുള്ള, അതായത് ബ്ലാക്കും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ചുറ്റും സിൽവർ സ്റ്റോൺ വരുന്ന രീതിക്കുള്ള ഒരു ജുംക്ക. പിന്നെ കമ്മൽ വലുതായതുകൊണ്ട് തന്നെ മാല ഇട്ടില്ല. പിന്നെ നമ്മൾ പൊട്ട് വന്നിട്ട് കോൺട്രാസ്റ്റ് കളറാണ് എടുത്തത്. കാരണം നമ്മൾ കോൺട്രാസ്റ്റ് കളർ പൊട്ടിടുന്ന സമയത്ത് നമ്മുടെ മുഖം ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണും. അപ്പോൾ നമ്മൾ കോൺട്രാസ്റ്റ് കളർ പൊട്ടാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അത് വന്നിട്ട് ഞാൻ പൊതുവെ പൊട്ടി ഇവിടെ വെക്കാറ്, ഇത് ഞാൻ കുറച്ച് മേലെയാണ് കയറ്റി വെച്ചത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഡിഫറെൻറ്റ് ലുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ലിപ്സ്റ്റിക്ക് വന്നിട്ട് നേരത്തെ ഇട്ട ലിപ്സ്റ്റിക് അല്ല, നേരത്തെ നമ്മൾ പക്കാ ഡാർക്ക് ലിപ്സ്റ്റിക് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കളഞ്ഞ് അത് വൈപ്സ് ഒക്കെ വെച്ചിട്ട് വെറ്റ് വൈപ്സ് ഒക്കെ വെച്ചിട്ട് ഒരച്ചിട്ടൊക്കെ അത് കളഞ്ഞത്. അപ്പോൾ ഇപ്പം വന്നിട്ട് നമ്മൾ ഇട്ടിട്ടുള്ള ഖൂബ്സൂരത് കുച്ചിപ്പുടി എന്നുള്ള മാർസിന്റെ ഷെയ്ഡാണ് വന്നിട്ട് ഇട്ടിട്ടുള്ളത്. ഇത് കുറച്ചും കൂടി ലൈറ്റും ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ലിപ്സ്റ്റിക് ആണ്. ഇതാണ് നമ്മുടെ ലുക്ക് നമ്പർ 2. ഇപ്പൊ കണ്ടതാണ്
ഇതാണ് നമ്മുടെ ലുക്ക് നമ്പർ 3 വന്നിട്ട്. അപ്പൊ ലുക്ക് നമ്പർ 3 ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ധാവണി. ആക്ച്വലി അത് സ്കേർട്ടും ടോപ്പും ആയിട്ടാണ് ഇട്ടത് വെച്ചാൽ പോലും അതൊരു ധാവണി മെറ്റീരിയൽ ആണ്. നമ്മുടെ ഫസ്റ്റ് ലുക്കിൽ നമ്മൾ യൂസ് ചെയ്ത ധാവണിന്റെ ഷാൾ ഉണ്ടായിരുന്നില്ലേ, അതിന്റെ തന്നെ വയലറ്റും ഗോൾഡനും ബോർഡർ വരുന്ന ആ സെയിം മെറ്റീരിയലിന്റെ തന്നെ വരുന്ന ഷാളാണ് നമ്മുടെ ഈ ഒരു 3rd ലുക്കിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് 4th ലുക്കിലോട്ട് കിടക്കാം. ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ഔട്ട്ഫിറ്റ് വന്നിട്ട്. ഈ ഡ്രസ്സ് എന്നെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. പിന്നെ എന്റെ ചാനൽ നിങ്ങൾ മുന്നേ കാണുന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾ പലവട്ടം ഈ ഡ്രസ്സ് കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് വന്നിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു ഡ്രസ്സാണ്. അപ്പോ നല്ല വെയിലടിക്കുന്നുണ്ട്. എന്തായാലും ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു 600 സംതിങ് ആയിരുന്നു ഇത് വന്നിട്ടുണ്ടായിരുന്നത്. അത് അൺസ്റ്റിച്ച്ഡ്, സെമി സ്റ്റിച്ച്ഡ് എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും സാധനം കിട്ടിയപ്പോൾ അൺസ്റ്റിച്ച്ഡ് ആയിരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ധാവണി സെറ്റാണ്. ഞാനിത് കൂടുതലും പാവാടിയും ടോപ്പും ആയിട്ടാണ് ഞാൻ ഇടാറ്. അപ്പോൾ ധാവണി സെറ്റിനാണെങ്കിൽ ഷാള് വന്നിട്ട് ഇതാണ് ഈ കളർ ഷാള് വന്നിട്ട് ഇതിന്റെ ബോർഡറിൽ ഇതായി ഒരു ഡിസൈൻ, ഈ ആനേന്റെയും പിന്നെ അതേപോലെ തന്നെ മയിലിന്റെ ഒക്കെ ഡിസൈനാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഈ ഒരു ബ്ലൂ കളർ ഷാളും ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ എന്താ പറയാ വിഷു ലുക്ക് ബുക്ക്, അഥവാ വിഷുവിന് കുറച്ച് ഔട്ട്ഫിറ്റ് ഐഡിയാസ് കാര്യങ്ങളൊക്കെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കാര്യങ്ങളൊക്കെ അമർത്തുക. പിന്നെ നെക്സ്റ്റ് ചെയ്ത് വീഡിയോ വേണം എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ നേരത്തെ വീഡിയോന്റെ തുടക്കത്തിലേ പറഞ്ഞു, എൻ്റെ കയ്യിൽ നല്ല ക്യാമറ ഇല്ല, പിന്നെ അതേപോലെ തന്നെ പിടിച്ചു തരാൻ ആളില്ല, അങ്ങനെ കുറെ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ റിംഗ് ലൈറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അതിൻ്റെതായ കുറെ ലിമിറ്റേഷൻസ് കൊണ്ട് ഞാനൊരു തട്ടിക്കൂട്ടി ലുക്ക് ബുക്കാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഈ നമ്മുടെ വ്ളോഗേഴ്സും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാം ഇതൊന്നും അതിൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല എന്ന്. പക്ഷേ നിങ്ങളെല്ലാവരും എന്തായാലും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇപ്പം ഞാൻ ഈ കാണിച്ച ലുക്കുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലുക്ക് ഏതാന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.